പറ്റുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇച്ചിരി പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചുകൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പം ഇവിടെ ഒത്തിരി തത്തയുണ്ട് കേട്ടോ. തത്തയുടെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. തത്ത എനിക്ക് പണിയും തന്നു, തത്ത കാഷ്ടിച്ചതാണിത്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വർക്ക് ആൻഡ് ഹോളിഡേ വിസയുടെ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ വെക്കാനുള്ളത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആപ്ലിക്കൻസിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇനിഷ്യൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനിഷ്യൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ബാലറ്റ് സിസ്റ്റത്തിലൂടെ അവർ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർ ഇൻവിറ്റേഷൻ തരും. ഇൻവിറ്റേഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പം അതെന്ന് പറയുന്നത് ഒരു ടോട്ടലി ഒരു ഭാഗ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിഷ്യൽ ആപ്ലിക്കേഷൻ വെക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. അതുപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് മാത്രം മതി. പിന്നെ $25 നമ്മൾ പേ ചെയ്യണം ഇനിഷ്യൽ ആപ്ലിക്കേഷന്. അങ്ങനെ ഭാഗ്യത്തിന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയാസാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഒന്നാമത്തെ കാര്യം ഏജിൻ്റേത് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം നമുക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് ഉണ്ടെന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു പ്രൂഫ് വെക്കണം. ഒന്നെങ്കിൽ നമ്മൾ 12 മാസത്തിനുള്ളിലുള്ള IELTS OET PTEക്ക് ഫങ്ഷണൽ ഇംഗ്ലീഷ് സ്കോർ കിട്ടിയേക്കുന്നതിൻ്റെ സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷിനാണല്ലോ പഠിക്കുന്നത്, അത് സബ്മിറ്റ് ചെയ്താലും മതി. അപ്പോൾ കുറേ അവർ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും പ്രൂഫായിട്ട് നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. കാരണം ഡിസ്ക്രിപ്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിലൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ 2 വീഡിയോയിൽ എനിക്ക് അബദ്ധം പറ്റി. അതുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. പിന്നെ വേണ്ടത് നമ്മൾ വിസ ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഇനിഷ്യൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ ഒരു $5,000 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താണേലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇപ്പോൾ നമ്മുടെ സ്വപ്നക്കൂടിനകത്ത് ഭാവന പറയുന്ന പോലെ പോയാൽ ഒരു I love you, കിട്ടിയാൽ ഒരു കിടക്കാച്ചി കാഞ്ഞിരപ്പള്ളി അച്ഛ എന്ന് പറയുന്ന പോലെ പോയാൽ ഒരു $25 കിട്ടിയാൽ നല്ല ഒന്നാന്തരം ഒരു ഓസ്ട്രേലിയൻ വിസ. അപ്പം ഈ വർക്ക് ആൻഡ് ഹോളിഡേ ഫസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സെക്കൻഡ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കുറച്ച് നാളിവിടെ വർക്ക് ചെയ്തിട്ട് ജോലി കിട്ടി പൈസ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈസ ഏൺ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും വേറെ ജോബ് കിട്ടി 482 വിസയിലൂടെയൊക്കെ സ്പോൺസർഷിപ്പ് ജോബ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പയ്യെ സെറ്റിൽ ആവാനും പറ്റും. അപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യണം. ജൂലൈ 15 അതിൻ്റെ ഡെഡ് ലൈൻ. ഓക്കെ, അപ്പം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.